ഹലോ ഗായ്സ്, എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ മൂന്നാമത്തെ ക്ലാസ്സാണ് ചെയ്യുന്നത് സ്വിംഗ് ട്രേഡിംഗ് കോഴ്സിൻ്റെ. അപ്പോൾ ഫസ്റ്റ് വീഡിയോയിൽ പ്രോമിസ് ചെയ്ത ഒരു കാര്യം, ഡിവിഡൻഡ് ഡിക്ലറേഷൻ എങ്ങനെ ട്രേഡ് ചെയ്യാം, ആ ഡേറ്റ് ഉപയോഗിച്ച് എങ്ങനെ ട്രേഡ് ചെയ്യാം. ഡിവിഡൻഡ് ഡിക്ലറേഷൻ അല്ല, ക്വാർട്ടർലി റിസൾട്ട്സ്. ഞാൻ ആദ്യത്തെ വീഡിയോയിൽ തെറ്റിയിട്ട് ഡിവിഡൻഡ് ഡിക്ലറേഷൻ എന്നാണ് പറഞ്ഞതെന്ന് തോന്നുന്നു. ക്വാർട്ടർലി റിസൾട്ടാണ്. ക്വാർട്ടർലി റിസൾട്ട് ഡിക്ലെയർ ചെയ്യുമ്പോൾ അത് എങ്ങനെ അതിൻ്റെ അഡ്വാൻറ്റേജ് എടുത്ത് സ്വിംഗ് ട്രേഡ് ചെയ്യാം എന്നാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ ഇപ്പോൾ Q4 റിസൾട്ട്സ് ഓരോരോ കമ്പനീസിൻ്റെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു ടൈമാണ്. അപ്പോൾ ഇത് പറഞ്ഞു തരാൻ പറ്റിയ സമയമാണെന്ന് തോന്നുന്നു. ഓക്കെ, സോ ഒരു കമ്പനി നല്ലൊരു ക്വാർട്ടർലി റിസൾട്ട് ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായും ഒരു പോസിറ്റിവിറ്റി ആ സ്റ്റോക്കിൽ വരും, ഒരു ബുള്ളിഷ്നെസ് ആ സ്റ്റോക്കിൽ വരും. ഇൻവെസ്റ്റേഴ്സിൻ്റെ ഇടയിൽ അല്ലെങ്കിൽ റീറ്റെയിൽ ട്രേഡേഴ്സിൻ്റെ ഇടയിൽ ആ കമ്പനിയെക്കുറിച്ചൊരു പോസിറ്റീവായ ഒരു ആറ്റിറ്റ്യൂഡ് വരും. അപ്പോൾ സ്വാഭാവികമായ ഒരു ബുള്ളിഷ്നെസ് ആ സ്റ്റോക്കിൽ വരും. അതുപയോഗിച്ച് എങ്ങനെ സ്വിംഗ് ട്രേഡ് ചെയ്യാമെന്നാണ് നമ്മളിപ്പോൾ പഠിക്കുന്നത്. അപ്പോൾ ഈ 16th മെയ്ക്കാണ് മഹീന്ദ്ര ആൻഡ് മഹീന്ദ്രയുടെ Q4 റിസൾട്ട് ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ 16th മെയ്ക്ക് ഇത് റിസൾട്ട് പോസിറ്റീവ് ആയിരുന്നു. നല്ല ഏർണിങ്സ് 7.69% പോസിറ്റീവ് ഏർണിങ്സ് ഒക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഒബ്വിയസ്ലി ഇതിലൊരു മൊമെൻറ്റം വരും. പക്ഷേ അപ്പോൾ സ്വാഭാവികമായി നിങ്ങൾ വിചാരിക്കുക ഡിക്ലെയർ ചെയ്തതിൻ്റെ പിറ്റേ ദിവസം എൻട്രി ചെയ്താൽ മതിയോ, എന്താ ചെയ്യേണ്ടത്? അതാണ് ആക്ച്വലി അതിലൊരു ചെറിയ ഇഷ്യൂ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡിക്ലെയർ ചെയ്യുന്നതിൻ്റെ ഈ റിസൾട്ട് ഡിക്ലെയർ ചെയ്യുന്നതിൻ്റെ മുൻപുള്ള ഒരു 15 ദിവസത്തെ പ്രൈസ് മൂവ്മെൻ്റ് ഒന്ന് ചെക്ക് ചെയ്യണം നിങ്ങൾ. കാരണം അധിക പക്ഷവും ഈ മാർക്കറ്റിലുള്ള ബിഗ് പ്ലേയേഴ്സിന്, അതായത് സ്മാർട്ട് മണിക്ക് ഏകദേശം ഐഡിയ ഉണ്ടാവുമെന്നാണ് പറയുക. റിസൾട്ട്, ഒരു കമ്പനിയുടെ Q4 റിസൾട്ട് വരാൻ പോകുന്നത് പോസിറ്റീവ് ആണോ അതോ നെഗറ്റീവ് ആണോ എന്നൊക്കെ അവർക്ക് നേരത്തെ അറിയാമെന്നാണ് പറയുക. അപ്പോൾ അവർ ഓൾറെഡി പൊസിഷൻ ഉണ്ടാക്കിയിട്ടുണ്ടാവും. എന്നിട്ട് Q4 റിസൾട്ട് പുറത്തു വരുമ്പോഴേക്കും അവർ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് എക്സിറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ കയറുന്ന റീറ്റെയിൽ ട്രേഡേഴ്സിന് നഷ്ടം മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ നോക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കണ്ടീഷൻ എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ മുന്നത്തെ കുറച്ച് ഒരു 15 ദിവസം വല്ലാതെ ബുള്ളിഷ് മൂവ്മെൻറ്റ് ഉണ്ടായിട്ടുണ്ടോ എന്നാണ്. ഈ സ്റ്റോക്കിൽ അത് ഉണ്ടായിട്ടുണ്ട്. കാരണം ഇതുണ്ടോ, ഈ 3 ദിവസം കണ്ടില്ല, കണ്ടിന്യൂസ് ബുള്ളിഷ് മൂവ്മെൻ്റ് ആണ്. ഇവിടെ കുറച്ച് വലിയ മൂവ്മെൻ്റ് ഇല്ല എന്ന് പറയാം. പക്ഷേ 14th മെയ്, 15th മെയ്, 16th മെയ് നല്ല മൂവ്മെൻറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് വലിയ പ്രോഫിറ്റ് ഒന്നും ഇതിൽ എൻട്രി ചെയ്താൽ നമുക്ക് കിട്ടില്ല. പോരാത്തതിന് ആ ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യുന്ന ദിവസവും നല്ല മൂവ്മെൻറ്റ് ഉണ്ടായിട്ടുണ്ട്. ഇത് ബുള്ളിഷ് കിക്കർ ക്യാൻഡിലാണ് കേട്ടോ. അതൊരു ഇതിൻ്റെ ഇടയിൽ ഗ്യാപ്പ് ഉണ്ട്. ഇതിന് ബുള്ളിഷ് കിക്കർ എന്നാണ് പറയുക. അപ്പോൾ ചിലപ്പോൾ ഈ ട്രെൻഡ് എക്സോസ്റ്റ് ആവാൻ സാധ്യതയുണ്ട്. കാരണം ഇത്രയും കണ്ടിന്യൂസ് ബൈങ് വന്നു കഴിഞ്ഞാൽ ഹൈ വോള്യം വന്നിട്ടുണ്ട്. അപ്പോൾ ചിലപ്പോൾ അടുത്ത ദിവസം മുതൽ ഇതൊന്ന് ഫാൾ ചെയ്തിട്ട് പിന്നെ റൈസ് ചെയ്യാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ നേരെ താഴോട്ട് പോകാനും സാധ്യതയുണ്ട്. കാരണം ഇവിടുന്ന് മുതൽ ബൈ ചെയ്ത് വരുന്നവരൊക്കെ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് ചിലപ്പോൾ എക്സിറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. നിങ്ങൾ എൻ്റർ ചെയ്യാൻ പറ്റുന്ന എപ്പോഴും അറിയൂ, അവസാനത്തെ 15 ദിവസം. അതായത് ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യുന്നത് പോസിറ്റീവാണ്, നല്ല ഡിവിഡൻഡാണ് ഡിക്ലെയർ ചെയ്തത്, പ്രോഫിറ്റ് ഡിക്ലെയർ ചെയ്തു. അതിൻ്റെ മുന്നത്തെ ദിവസങ്ങളിൽ വലിയ മൂവ്മെൻ്റ് ഒന്നും ആ സ്റ്റോക്കിൽ ഉണ്ടായിട്ടില്ല, അല്ലെങ്കിൽ സ്റ്റോക്ക് ബിയറിഷ് ആണ്. നല്ല ഡിവിഡൻഡ് ഡിക്ലെയറും ചെയ്തു വെച്ചാൽ ആ ദിവസം അല്ലെങ്കിൽ അതിൻ്റെ പിറ്റേ ദിവസം നിങ്ങൾക്ക് എൻട്രി ചെയ്യാം, ഒരു പൊസിഷൻ ഉണ്ടാക്കാം. അപ്പോൾ ആ പൊസിഷൻ മേക്ക് ചെയ്യാനും നിങ്ങൾക്ക് ഈ 20 MA 50 MA സ്ട്രാറ്റജി യൂസ് ചെയ്യാം. പക്ഷേ ഇവിടെ നമുക്ക് എൻട്രി വരുന്നത് ശരിക്കും 20 MA 50 MA പ്രകാരമാണ് നോക്കണമെങ്കിൽ ഇവിടെ ബൗൺസ് ഓഫ് ഓൾറെഡി വന്നു കഴിഞ്ഞു. അപ്പോൾ സാധാരണഗതിയിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നെങ്കിൽ വെയിറ്റ് ചെയ്യാം ഒന്നുകൂടി 20 MA ബൗൺസ് ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം ഡിവിഡൻഡ് പോസിറ്റീവ് ആണെങ്കിൽ ആ പോസിറ്റിവിറ്റി ഉണ്ടാവും എന്തായാലും ആ സ്റ്റോക്കിൽ, അല്ലെങ്കിൽ ആ സ്റ്റോക്ക് അവോയ്ഡ് ചെയ്യാം. ഇതൊരു എക്സാമ്പിളാണ് ഞാൻ പറഞ്ഞത്, ഏറ്റവും നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാമ്പിളാണ്. ഡിവിഡൻഡ് ടാറ്റ മോട്ടോഴ്സിൽ ഡിക്ലെയർ ചെയ്തു. അത് ഡിക്ലെയർ ചെയ്തത് 8th മെയ്ക്കാണ്. അതിൻ്റെ മുന്നേ മൂവ്മെൻറ്റ് ഉണ്ടായിരുന്നില്ല എന്ന് മാത്രമല്ല, നെഗറ്റീവ് മൂവ്മെൻറ്റ്, അതായത് ബിയറിഷ് ആയിരുന്നു സ്റ്റോക്ക്. ഡിവിഡൻഡ് പോസിറ്റീവായി.
അപ്പോൾ 20 MA പ്രകാരം ഒരു സിഗ്നലും കിട്ടി 14th of May. അപ്പോൾ ഇത് ഒരു ഐഡിയൽ ട്രേഡായി എടുക്കാം നമുക്ക്. ഞാൻ പറയുന്നത് ഇതിൽ നിങ്ങൾ എൻട്രി ചെയ്യണം എന്നല്ല, ഞാൻ എക്സാമ്പിൾ പറയുകയാണ് ഈ സ്ട്രാറ്റജിയുടെ. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഒരു ട്രേഡ് നമുക്ക് വേണമെങ്കിൽ എടുക്കാം. ഓക്കെ, അപ്പോൾ ഇതൊരു ബെസ്റ്റ് എക്സാമ്പിൾ ആണ്. കാരണം മൊമെൻറ്റം വന്നിട്ടില്ല, ഇനിയാണ് മൊമെൻറ്റം വരിക, സ്റ്റാർട്ട് ചെയ്യുന്നേ ഉള്ളൂ. പോസിറ്റീവാണ് താനും. ഈ റിസൾട്ട് നല്ല 13.73% സർപ്രൈസ് പോസിറ്റീവ് ഏർണിംഗ് ഇതിലുണ്ട്. അപ്പോൾ ഇനിയൊരു മൂവ്മെൻറ്റ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഡിവിഡൻഡ് ഡിക്ലറേഷൻ, അല്ല ഡിവിഡൻഡ് എന്നാ പറയുക, ക്വാർട്ടർലി റിസൾട്ട് ഡിക്ലറേഷൻ യൂസ് ചെയ്തിട്ട് നിങ്ങൾ സ്വിംഗ് പൊസിഷൻ മേക്ക് ചെയ്യാൻ പറ്റുക. അപ്പോൾ ഏതിലെങ്കിലും പോസിറ്റീവ് റിസൾട്ട് ഡിക്ലെയർ ചെയ്തു, ഒരു ക്വാർട്ടർ Q4 റിസൾട്ട് പോസിറ്റീവാണ്, ഉടനെ അതിൽ പോയി എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ പലർക്കും നഷ്ടമാണ് ഉണ്ടാവുക. അതിൻ്റെ കാരണം എന്താണ്? കാരണം ഓൾറെഡി അതിൽ മൂവ്മെൻറ്റ് വന്നു കഴിഞ്ഞിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ 2 എക്സാമ്പിൾസ് ഞാൻ പറഞ്ഞു. ഇനി ഫിബ് റീട്രേസ്മെൻറ്റ് എങ്ങനെ യൂസ് ചെയ്യാം എന്നാണ് ഞാൻ പറയുന്നത്. പുതിയ ടോപ്പിക്കാണ്. Q4 റിസൾട്ട്സ് എങ്ങനെ യൂസ് ചെയ്യാം എന്നുള്ളത് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഇനി ഫിബൊനാച്ചി റിട്രേസ്മെൻറ്റ് ടൂൾ യൂസ് ചെയ്തിട്ട് എങ്ങനെ സ്വിംഗ് ട്രേഡ് ചെയ്യാം എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇത് ഡെയിലി ടൈം ഫ്രെയിമാണ്. ONGC സ്റ്റോക്കാണ്. ഇതാണ് ഇത് ഫ്രീ ടൂളാണ്. ട്രേഡിംഗ് വ്യൂവിൻ്റെ ഫ്രീ വേർഷനിൽ ഇത് അവൈലബിൾ ആണ്. അപ്പോൾ മേലെന്ന് മൂന്നാമത്തത് എടുക്കുക. ഫിബ് റീട്രേസ്മെൻറ്റ് ഇവിടെ എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ ഈ ഫിബ് ടൂൾ എടുക്കേണ്ടത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. അതായത് ഇപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ടൊരു മൂവ്മെൻറ്റ് വന്നു, അപ്പോൾ പിന്നെ നമുക്ക് ഇവിടുന്ന് ഇങ്ങോട്ടൊരു മൂവ്മെൻറ്റ് വന്നു, പിന്നെ മേലോട്ടൊരു മൂവ്മെൻറ്റ് വരുന്നുണ്ട്, 1-2 ക്യാൻഡിൽസ് ഫോമായി. അപ്പോൾ നമുക്ക് ട്രെൻഡ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ, ഇത് കണ്ടിന്യൂസ് ആയിട്ട് മേലോട്ട് പോകുമോ അതോ താഴോട്ട് പ്രൈസ് പിന്നെയും വരുമോ എന്ന് എങ്ങനെ അറിയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു സ്വിംഗ് ഉണ്ടല്ലോ താഴോട്ടുള്ളത്, ഇതിൻ്റെ ടോപ്പ് ഇതാണ്. ഇവിടുന്ന് തുടങ്ങി ഇവിടെ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് താഴോട്ട് ഇതിൻ്റെ എൻഡ് ഇതാ ഇവിടെയാണ്, അവിടെ വരെ വരയ്ക്കുക. അതാണ് ഫിബ് റീട്രേസ്മെൻറ്റ്. ഇങ്ങനെയാണ് യൂസ് ചെയ്യുക. അപ്പോൾ ഇതിൽ 2 പ്രധാനപ്പെട്ട പോയിന്റ്സ് ആണ് നിങ്ങൾ അറിയേണ്ടത്. ഇവിടെ ഈ 0.382 എന്നൊക്കെ എഴുതിയിട്ടില്ലേ, ഈ ഗ്രീൻ കളർ, ഇതാണ് 38% ലൈന്. പിന്നെ ഈ റെഡ് ലൈന് 0.5 എന്ന് എഴുതിയതാണ് 50% ലൈൻ. ഈ 2 ലൈൻസാണ് നമ്മൾ യൂസ് ചെയ്യുന്നുള്ളൂ. വേറെയും അതിൽ കുറേ നമ്പേഴ്സൊക്കെ കാണും, ലൈൻസൊക്കെ കാണും, പക്ഷേ വല്ലാതെ കോംപ്ലിക്കേറ്റഡ് ആക്കാതിരിക്കുകയാണ് നല്ലത്. അപ്പോൾ ഒരു സ്റ്റോക്കിൻ്റെ പ്രൈസ് ഫിബ് റീട്രേസ്മെൻറ്റ് ഇതുപോലെ താഴോട്ട് വരികയാണ് വിചാരിക്കുക. അപ്പോൾ ഈ താഴോട്ട് തന്നെ ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യണം, ബിയറിഷ് ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ ഇത് എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ 38% ലൈനിന് വരെ എത്തിയിട്ട് 38% ലൈനിൽ നിന്ന് ബൗൺസ് ഓഫ് ചെയ്യും. അതായത് പിന്നെ 38% ലൈന് വല്ലാതെ ക്രോസ് ചെയ്ത് അങ്ങോട്ട് പോകില്ല, തിരിച്ച് ഇങ്ങോട്ട് തന്നെ വരും. അതായത് ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യും. അപ്പോഴാണ് ഇത് ട്രെൻഡ് കണ്ടിന്യൂ ആവുള്ളൂ. അല്ലെങ്കിൽ ഈ 50% ലൈന് വരെ എത്തിയിട്ട് അവിടുന്ന് നേരെ ഒരു ബിയറിഷ് ക്യാൻഡിൽ ഫോം ചെയ്തിട്ട് ഈ താഴോട്ടുള്ള മൂവ്മെൻറ്റ് കണ്ടിന്യൂ ചെയ്യും. ഒരിക്കലും ഇത് ക്രോസ് ചെയ്ത് പോകില്ല. ഇത് ക്രോസ് ചെയ്ത് പോയി 38% ക്രോസ് ചെയ്താൽ പകുതി കൺഫർമേഷനായി, 15 ക്രോസ് ചെയ്താൽ കൂടുതൽ കൺഫർമേഷനായി. 50 ക്രോസ് ചെയ്ത് കൺഫർമേഷൻ വന്നാൽ നിങ്ങൾ സ്വിംഗ് ട്രേഡ് എങ്ങനെ എടുക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, 50 ക്രോസ് ചെയ്തു എന്ന് പറഞ്ഞാൽ ഒരു കാര്യം ഉറപ്പായി, ഈ സ്റ്റോക്ക് ബുള്ളിഷ് ആണെന്ന്. അപ്പോൾ അടുത്തത് ഈ 50 ലൈന് അല്ലെങ്കിൽ 38 ലൈനിലേക്ക് തിരിച്ച് ഒരു വട്ടം വന്ന് റീടെസ്റ്റ് ചെയ്യും ഈ ലൈന്. ഫോർ എക്സാമ്പിൾ ഇവിടെ കണ്ടില്ലേ റീടെസ്റ്റ് ചെയ്തിരുന്നു. അപ്പോൾ ഈ റീടെസ്റ്റിൽ നിങ്ങൾക്ക് എൻട്രി ചെയ്യാം. ഇവിടെ ഉണ്ടോ ഒരു റീടെസ്റ്റ് വന്നു, എന്നിട്ടൊരു ബുള്ളിഷ് ക്യാൻഡിൽ ഫോം ചെയ്തു 8th of April. അപ്പോൾ ഇവിടെ പ്രൈസ് എന്ന് പറഞ്ഞാൽ 270 ആണ്. അപ്പോൾ ഏതാണ്ട് 292 വരെ പോയി. ഇതിൻ്റെ ഒരു സ്റ്റോപ്പ് ലോസ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ താഴെയാണ് വരിക. പക്ഷേ ഇത് നിങ്ങൾ ഇത്രയും ഓൾറെഡി ബുക്ക് ചെയ്തിട്ടുണ്ടാവും, ഡെയിലി ടൈം ഫ്രെയിമിലാണ്. ഇതിൽ ഓൾറെഡി ബുക്ക് ചെയ്ത് നിങ്ങൾ എക്സിറ്റ് ചെയ്തിട്ടുണ്ടാവും. പിന്നെ അതേ പോയിന്റിലേക്ക് വരുന്നു, 50 വന്നു. പിന്നെ നെക്സ്റ്റ് ഡേ 10th Mayക്ക് ഒരു ബുള്ളിഷ് ക്യാൻഡിൽ വന്നു. ആ ബുള്ളിഷ് ക്യാൻഡിൽ നിങ്ങൾ എൻട്രി ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ ഒരു ട്രേഡ് നിങ്ങൾ ആക്റ്റീവ് ട്രേഡ് ഉണ്ടാവും നിങ്ങൾക്ക്. അപ്പോൾ ഇപ്പോൾ 269.90 ഈ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇത് ഏതാണ്ട് 282 വരെ പോയിരുന്നു ഓൾറെഡി. ഇതിനി മുകളിലേക്ക് ഓവറോൾ ട്രെൻഡ് ബുള്ളിഷാണ്. അപ്പോൾ ഡബിൾ കൺഫർമേഷൻ വേണമെങ്കിൽ നിങ്ങൾക്ക് 20 MA 50 MA സ്ട്രാറ്റജി ഇതിൻ്റെ കൂടെ യൂസ് ചെയ്യാം. പക്ഷെ ഞാൻ ജനറലായി പറഞ്ഞു തന്നാണ്. ഓക്കെ, ഈ റിലയൻസിൽ നോക്കാം. ഒരു ടോപ്പ് സ്റ്റോക്കാണ്, ലീഡിങ് സ്റ്റോക്കാണ്. അപ്പോൾ അതിലൊന്ന് നോക്കാം.
മൂന്നാമത്താണ് ഫിബ് റിട്രേസ്മെന്റ്. ഫിബ് റിട്രേസ്മെന്റ് എടുത്തു. അപ്പോൾ ഈ റിലയൻസിൽ 20th ജൂലൈ 2023 മുതൽ 27th ഒക്ടോബർ 2023 വരെ ഒരു സ്ട്രെയിറ്റ് ബിയറിഷ് ട്രെൻഡാണ് ഉണ്ടായത്. അപ്പോൾ നമ്മൾ അതിനെയാണ് അനലൈസ് ചെയ്യുക. അപ്പോൾ ഇവിടെ ടോപ്പിൽ വെച്ച് ട്രെൻഡിൻ്റെ ബിഗിനിങ്ങിൽ ഇതിൻ്റെ അവസാനം ഇവിടെയാണ്. അവസാനമാണോ എന്ന് എങ്ങനെ മനസ്സിലാവുക എന്നാണ് നിങ്ങൾ ചോദിക്കുന്നതെങ്കിൽ, ഇവിടുന്ന് തിരിച്ച് 1-2 ക്യാൻഡിൽ ഫോം ആയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇതൊരു ലോ ആണ്, ലോ ഫോം ആയി. അപ്പോഴാണ് നിങ്ങൾ ഇത് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഓബ്വിയസ്ലി നിങ്ങൾക്ക് അറിയേണ്ട എന്താ വെച്ചാൽ ഇവിടുന്ന് മുതൽ ഇവിടെ വരെ പ്രൈസ് ബിയറിഷ് ട്രെൻഡിലായിരുന്നു. ഇനിയും താഴോട്ട് പോവോ അതോ ഇവിടുന്ന് തിരിഞ്ഞ് ബുള്ളിഷ് ട്രെൻഡിലേക്ക് കൺവേർട്ട് ആവുമോ എന്നാണ് നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ടത്. അതിനാണ് നിങ്ങൾ ഈ EMA ഫിബൊനാച്ചി റിട്രേസ്മെന്റ് ടൂൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് 38%, ഇത് 50%. 38% നിന്ന് തിരിഞ്ഞ് താഴോട്ട് തന്നെ പോകണം. അപ്പോഴാണ് നമുക്ക് ബിയറിഷ് ട്രെൻഡ് തന്നെയാണെന്ന് കൺഫർമേഷൻ കിട്ടുള്ളൂ. അല്ലാതെ ക്രോസ് ചെയ്ത് 15നെയും ക്രോസ് ചെയ്യുകയാണെങ്കിൽ ഒരു കാര്യം ഉറപ്പായി, സ്റ്റോക്ക് ബുള്ളിഷ് ട്രെൻഡിലേക്ക് പോവാണ്. ഒരു സ്വിംഗ് ട്രേഡ് എടുക്കാം. അപ്പോൾ താഴോട്ട് പോയി പിന്നെ 38% ലൈനിനെ ക്രോസ് ചെയ്തു. അത് കഴിഞ്ഞ് 50% ലൈനിനെയും ക്രോസ് ചെയ്തു. ക്രോസ് ചെയ്തിട്ട് റീടെസ്റ്റ് ചെയ്തിട്ട് ഇവിടെ ഒരു ബുള്ളിഷ് ക്യാൻഡിൽ ഫോം ചെയ്തുകൊണ്ടോ ഓൺ 13th ഡിസംബർ 2023. അപ്പോൾ ഇതാണ് നിങ്ങൾ എൻട്രി ചെയ്യേണ്ട പോയിന്റ്. എൻട്രി ചെയ്യണമായിരുന്നു വെച്ചാൽ കണ്ടോ. എന്നിട്ട് അതിൻ്റെ ലോയിൻ്റെ കുറച്ച് താഴെ സ്റ്റോപ്പ് ലോസ് വെച്ച് കഴിഞ്ഞാൽ, ഇത് നിങ്ങൾ ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ എപ്പോഴും ഞാനൊക്കെ സ്ഥിരം ചെയ്യാറുള്ളത് പറഞ്ഞാൽ പകുതി ക്വാണ്ടിറ്റി ഒരു 1:2 ബുക്ക് ചെയ്ത് പകുതി പിന്നെയും ഹോൾഡ് ചെയ്യാണ്. അത് സ്വിംഗ് ട്രേഡിങ്ങിൽ മാക്സിമം അഡ്വാൻറ്റേജ് സ്വിംഗ് ട്രേഡിൻ്റെ നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യേണ്ടി വരും. കാരണം ഇതിപ്പോൾ 1:2 ഒന്നല്ല. നോക്കിക്കഴിഞ്ഞാൽ എത്ര വരെ പോയി നോക്കിയാൽ 22.77% വരെ പോയി ഈ ചെറിയ സ്റ്റോപ്പ് ലോസിൽ. അപ്പോൾ നിങ്ങൾക്ക് സ്വിംഗ് ട്രേഡിങ്ങിൻ്റെ ഫുൾ പൊട്ടൻഷ്യൽ നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ 1:2 ആയാൽ ഒരു 100 ക്വാണ്ടിറ്റിയാണ് നിങ്ങൾക്ക് ഉള്ളതെങ്കിൽ ഒരു 50 ബുക്ക് ചെയ്യുക, 50 പ്രോഫിറ്റ് ബുക്ക് ചെയ്യുക, എന്നിട്ട് 50 ഹോൾഡ് ചെയ്യുക. ഓക്കെ. അപ്പോൾ ഇങ്ങനെയാണ് ഫിബൊനാച്ചി റിട്രേസ്മെന്റ് യൂസ് ചെയ്യേണ്ടത്. ഈ മഹീന്ദ്രയിൽ കൂടി ഞാൻ കാണിച്ചു തരാം. M&Mലും ടാറ്റ മോട്ടോഴ്സിലും ഞാൻ കാണിച്ചു തരാം സെയിം സാധനം. ഇവിടുന്ന് ഇങ്ങോട്ടൊരു ഡൗൺ ട്രെൻഡ് വന്നു. ഏത് 2nd മാർച്ച് മുതൽ 15th മാർച്ച് വരെ. അപ്പോൾ നമുക്ക് അറിയേണ്ട എന്താ, ഇവിടുന്ന് ഈ 50 EMAയും ക്രോസ് ചെയ്ത് പ്രൈസ് താഴോട്ട് പോവോ അതോ ഇവിടുന്ന് റിവേഴ്സ് ചെയ്ത് മേലോട്ട് പോവോ, അതാണ് അറിയേണ്ടത്. അപ്പോൾ ഫിബ് റിട്രേസ്മെന്റ് ടൂൾ ഉപയോഗിച്ചു. ഇത് Alt+F അടിച്ചാലും വരും. ഓക്കെ. അപ്പോൾ ടോപ്പിൽ ടച്ച് ചെയ്തു, ക്ലിക്ക് ചെയ്തു, ബോട്ടത്തിൽ ടച്ച് ചെയ്തു, ഫിബ് റിട്രേസ്മെന്റ് അപ്ലൈ ചെയ്തു. അപ്പോൾ 38% ലൈനെ ക്രോസ് ചെയ്ത് പോകുന്നുണ്ട്, 50% ലൈനെ ക്രോസ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ 50% ലൈനെ ക്രോസ് ചെയ്ത് നമുക്ക് പിന്നെ ഇവിടെ റീടെസ്റ്റ് ചെയ്യാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി വരുന്നില്ല. അപ്പോൾ നമുക്ക് സ്വാഭാവികമായും കോമൺ സെൻസ് യൂസ് ചെയ്യാം. കാരണം ഇവിടെ ഒരു ബിയറിഷ് ക്യാൻഡിൽ ഫോം ചെയ്തിട്ട് പിന്നെ വീണ്ടും ഒരു ബുള്ളിഷ് ക്യാൻഡിൽ ഫോം ചെയ്താൽ അതിൻ്റെ അർത്ഥം ഓബ്വിയസ്ലി ഇത് മേലോട്ട് തന്നെയാണ് പോകാൻ പോകുന്നതെന്നാണ്. അപ്പോൾ ക്യാൻഡിലിൻ്റെ വലിപ്പം കൂടി നോക്കണം ട്രേഡ് എടുക്കുമ്പോൾ. ഈ ക്യാൻഡിലിൻ്റെ വലിപ്പം വളരെ കൂടുതലാണ്. അപ്പോൾ നമ്മുടെ സ്റ്റോപ്പ് ലോസും വളരെ വലുതാവും. അപ്പോൾ നിങ്ങൾക്ക് അത്രയും റിസ്ക് അപ്പറ്റൈറ്റ് ഉണ്ടെങ്കിൽ ഈ ട്രേഡ് എടുക്കാം, ഇങ്ങനത്തെ ട്രേഡുകളൊക്കെ എടുക്കാം. അല്ല എങ്കിൽ പിന്നെ ഒരു വട്ടം കൂടി ഈ 50 EMA 20 EMA ലൈനിൽ ബൗൺസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് രണ്ടാമതൊരു എൻട്രിക്കുള്ള അവസരം കിട്ടും. അപ്പോൾ ഇവിടെയാണ് നിങ്ങൾ എൻട്രി ചെയ്ത് വെച്ചാൽ, എൻട്രി ചെയ്തിട്ടുണ്ടായിരുന്നു എങ്കിൽ പ്രൈസ് ഇപ്പം നിൽക്കുന്നത് 2503 രൂപയിലാണ്. എൻട്രി വരിക 1971 രൂപ 70 പൈസയിലാണ്. അപ്പോൾ ഇത്രയും വലിയൊരു ഡിഫറൻസ്. ഇങ്ങനത്തെ ട്രേഡൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ, ഇത് ബുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പകുതി പാർഷ്യൽ ബുക്കിംഗ്, അതായത് പകുതി പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ട് ബാക്കി പകുതി ഹോൾഡ് ചെയ്യണം. അപ്പോഴാണ് ഇതിൻ്റെ മാക്സിമം അഡ്വാൻറ്റേജ് നമുക്ക് എടുക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ ഫിബ് റിട്രേസ്മെൻറ്റിനെ കുറിച്ച് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് തോന്നുന്നു. ഇനി സെയിം ഡയറക്ഷനിൽ
മാർക്കറ്റ് പോവുകയാണെന്ന് മനസ്സിലാവുന്നത് എങ്ങനെ, അതും കൂടി പറഞ്ഞേക്കാം. ഫോർ എക്സാമ്പിൾ, ഇവിടുന്ന് ഇതാണ് ലോ, ഇവിടുന്ന് മാർക്കറ്റ് ഇതാ ഇവിടെ വരെ പോവുകയാണ്, അത് കഴിഞ്ഞിട്ടൊന്ന് റിവേഴ്സ് ചെയ്തു അല്ലേ, അത് റിവേഴ്സ് ചെയ്തു പറഞ്ഞാൽ ബിയറിഷ് ട്രെൻഡിൽ പോയി. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഫിബ് റീട്രേസ്മെൻറ്റ് യൂസ് ചെയ്യണം. ഈ ബോട്ടത്തിൽ നിന്ന് ഫിബ് റീട്രേസ്മെൻറ്റ് യൂസ് ചെയ്തു, ടോപ്പ് അവിടെയാണ് ഉണ്ടാക്കിയത്. ഓക്കെ, 1980 രൂപ 80 പൈസയിലാണ് ഉണ്ടാക്കിയത്. അപ്പോൾ സെയിം ഡയറക്ഷനിൽ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ 38% ലൈനിലോ 50% ലൈനിലോ ടച്ച് ചെയ്തിട്ട് കണ്ടിന്യൂ ചെയ്യും. അപ്പോൾ ഇത് ടച്ച് ചെയ്തു അല്ലേ 38% ലൈന്, എന്നിട്ട് നേരെ നമ്മുടെ 20 MA ബ്രേക്ക് ചെയ്തു. അപ്പോൾ തന്നെ ഉറപ്പായി ഇത് മേലോട്ട് തന്നെയാണ് പോകാൻ പോകുന്നത്. ഫിബ് റീട്രേസ്മെൻറ്റ് സെയിം ഡയറക്ഷനിൽ യൂസ് ചെയ്യുക, അതാണ് പറഞ്ഞു വരുന്നത്. അപ്പോഴും ഇവിടെ ഒരു നല്ല സൂപ്പർ ട്രേഡ് കിട്ടി. ഫിബ് റീട്രേസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഒറ്റ ടൂൾ എടുത്തിട്ടാണ് ഈ ട്രേഡ് ചെയ്യുന്നത്. ഇവിടെ നിൽക്കുന്നില്ല, ഇവിടെ എത്തി നിൽക്കുകയാണ്. അപ്പോൾ ഇതൊരു ട്രേഡാണ് കേട്ടോ. റിസ്ക് ടു റിവാർഡ് റേഷ്യോ കണ്ടറിയാം നിങ്ങൾക്ക് എത്രമാത്രം പൊട്ടൻഷ്യൽ ഉണ്ട് ഇതിൽ. അപ്പോൾ പല ആൾക്കാരും വിചാരിക്കും സ്വിംഗ് ട്രേഡൊന്നും ചെയ്താൽ പ്രോഫിറ്റ് ഒന്നും ഉണ്ടാവില്ല, ഈ സെക്ടറിൽ നിന്ന് പൈസ ഉണ്ടാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷേ സ്വിംഗ് ട്രേഡിൻ്റെ പൊട്ടൻഷ്യലാണ് സ്വിംഗ് ട്രേഡിങ്ങിൻ്റെ. സോ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഈ ഫീൽഡിൽ, അതായത് ട്രേഡിംഗ് എന്ന ഫീൽഡിൽ താല്പര്യമുള്ള ആൾക്കാർ നിങ്ങളുടെ പരിചയത്തിലുണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക, കാണാൻ പറയുക ഈ വീഡിയോ. താങ്ക് യു വെരി മച്ച്.